അങ്ങനെ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന സിനിമ പൊങ്കൽ റിലീസ്. ഫസ്റ്റ് പടം ഞാൻ കണ്ട്. കുറേ സിനിമകൾ ഇന്ന് റിലീസ് ചെയ്യുന്നു. ഷെയ്ൻ്റെ പടം, മറ്റേ ഗെയിം ചേഞ്ചർ, ഈ പുണ്യാളൻ, ഒരു 3-4 പടങ്ങളുണ്ട്. പിന്നെ ഹിന്ദി ഒരു പടം ഇറങ്ങുന്നുണ്ട്. മൊത്തം ഒരു 4-5 പടങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് പിക്ക് ചെയ്തത് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന സിനിമയാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ കാരണം, ടിക്കറ്റ് എടുക്കാൻ കാരണം അർജുൻ അശോകനും ബാലു വർഗീസ്, ഇവർ രണ്ടുപേരും തന്നെയാണ് ഇതിൻ്റെ മെയിൻ. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം കുഴപ്പമില്ല. ഒരു 1 ടൈം വാച്ചാണ്. ഒരു ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ബാലു വർഗീസിൻ്റെ ഒരു 2 യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുന്ന 2 പേര് കടന്നു വരുന്നു. അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങൾ ആണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന സിനിമ. ചിരിക്കാനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി അത്യാവശ്യം കുറച്ചൊക്കെ ഉള്ളൂ. ഓവറായിട്ട് മറ്റേ പൊട്ടിച്ചിരിക്കാനുള്ളതൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ചെറുതായിട്ടൊക്കെ ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ബാലു വർഗീസിൻ്റെ പെർഫോമൻസും അർജുൻ അശോകനായാലും അനശ്വരയെ പറ്റി പറയാനാണെങ്കിൽ ഇന്നലെ രേഖാചിത്രം കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഇതിലെ പെർഫോമൻസാണ് എനിക്ക് കുറച്ചും കൂടെ കൊള്ളാമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. രേഖാചിത്രം മോശമൊന്നല്ല, അതിൽ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിനിമയിലെ പെർഫോമൻസ് തന്നെയാണ്. ഒരു ചെറിയൊരു ഫൈറ്റ് ഉണ്ട്, അത് നന്നായിട്ടുണ്ടായിരുന്നു. അർജുൻ അശോകൻ അണ്ണൻ്റെ എൻട്രി വരുമ്പോഴാണ് പടത്തിൻ്റെ ട്രാക്കേ അങ്ങ് മാറുന്നത്. എനിക്ക് അർജുൻ അശോകൻ്റെ കുറച്ച് മറ്റേ രോമാഞ്ചമൊക്കെ ഓർമ്മ വന്നു കേട്ടാ. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ല, ആ ഒരു മാനറിസമൊക്കെ ഈ ഒരു സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തു. കണ്ടപ്പോഴൊക്കെ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ എനിക്ക് തോന്നി. ബാലു വർഗീസ് ഒരു പാവപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഒരു പള്ളിയിലച്ഛൻ്റെ ഒരു പാവപ്പെട്ട ഒരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടുണ്ടായിരുന്നു. ബാലു വർഗീസ് നന്നായിട്ടുണ്ടായിരുന്നു. പടം കൊള്ളാം. ഒരു ഫാമിലിയായിട്ട് ഓവറായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഇന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന സിനിമ.